കുട്ടികളായി കഴിഞ്ഞാലും മുതിർന്ന ആളുകളായി കഴിഞ്ഞാലും എല്ലാവരും കാണുന്ന ഒരു റീലാണ് ഈ പറയുന്ന പൂച്ചയുടെ റീൽ എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഞാനായി കഴിഞ്ഞാലും ഈ ഒരു റീല് കാണാറുണ്ട്, ഇത് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പോലീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്, ഈ ഒരു പൂച്ച എന്ന് പറയുന്നത് ആളത്ര ശരിയല്ല, ഇവനെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു, ആ കുട്ടിയുടെ കയ്യിലുള്ള പെന്ന് ഉപയോഗിച്ചിട്ട് അടുത്തുള്ള ഫ്രണ്ടിനെ കുത്തി നോവിക്കുന്നു, അവന് വേദനിക്കുന്നത് വരെ ആ പെന്ന് ഉപയോഗിച്ച് കുത്തുന്നു. ടീച്ചേഴ്സ് പറയുമ്പോൾ അനുസരിക്കുന്നില്ല. ഫൈനലി പാരൻസിനോട് ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി ഈ ഒരു റീല് സ്ഥിരമായിട്ട് കാണാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു റീല് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ റീൽസിലും സഹജീവികളെ ആക്രമിച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് ഈ പൂച്ചയ്ക്കുള്ളത്, അല്ലെ? അപ്പൊ ഈ സെയിം പാറ്റേൺ ആണ് ഈ ഒരു റീലിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വീഡിയോസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് കാർട്ടൂൺ ആയി കഴിഞ്ഞാലും കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ കാണുന്ന ക്യാരക്ടർ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് പാരന്റ്സ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഇത്തരം റീൽസിനോടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ കാർട്ടൂൺസിനോടായി കഴിഞ്ഞാലും കുട്ടികൾ അഡിക്റ്റഡ് ആവുകയാണെങ്കിൽ അവരിൽ ആദ്യം തന്നെ ഇതിന്റെ കുറെ സ്വഭാവ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതെനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് പാരന്റ്സിനായിരിക്കും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക.